നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്തിനമ്മേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? എനിക്ക് എൻ്റെ മോളോട് ഒറ്റയ്ക്കൽപ്പം സംസാരിക്കണ്ടേ? എത്ര നാളായി നിന്നോടൊന്ന് സംസാരിച്ചിട്ട്. അമ്മ എന്നോട് സംസാരിക്കാറുണ്ടല്ലോ, ഞാനല്ലേ സംസാരിക്കാത്ത? നിനക്കതിലൊരു വിഷമമില്ലേ? ഇത്രയും നാളും എൻ്റെ വിഷമങ്ങള് ഞാൻ ദൈവത്തോട് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ അമ്മ. ഒടുവിൽ ദൈവം എനിക്ക് സംസാരിക്കാനുള്ള ശക്തി തിരിച്ചു തന്നു. അതുപോലെ എണീറ്റ് നടക്കാനും ദൈവം എൻ്റെ മോൾക്ക് ആരോഗ്യം തരും. അതെനിക്ക് തോന്നുന്നില്ല അമ്മ. ഇനിയെന്നും ഈ വീൽചെയറിൽ തന്നെ അഭയം തേടാനാവും എൻ്റെ വിധി. അടികൊള്ളും കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. നിനക്ക് വേണ്ടി നേരാത്ത നേർച്ചകളില്ല, വിളിക്കാത്ത ദൈവങ്ങളുമില്ല. അമ്മ, എനിക്കിപ്പോ ഒരു വിഷമേ ഉള്ളൂ. ഞാൻ കാരണം സൂര്യയുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. സൂര്യയെ പോലൊരു മോന നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം, അറിയാവോ? എനിക്കിപ്പോഴും ജയനിർമ്മലയെ മനസ്സിലാവുന്നില്ല. എന്തുപറ്റി? ഇന്ന് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണല്ലോ. ജയനിർമ്മല ഇപ്പൊ നിന്നോട് എങ്ങനെയാ? അത് അധികം സംസാരമൊന്നുമില്ല, പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഈശ്വര, ഇതോടെ എല്ലാം നേരെയായാ മതിയായിരുന്നു. എല്ലാം ശരിയാവും അമ്മ. അഭി എങ്ങനെയാ? ഭാമയോട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അഭിഭാവ ഈ അമ്പാലിക ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുന്നത്. ആ അമ്മ, ഇവിടെ മാനസ്യ എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന. എന്ത് കാര്യത്തിലും അവളെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന. കേട്ടോ മായേ, മാനസ മോളെ കുറിച്ച് പറയുകയായിരുന്നു. എന്റെ മോള് മറ്റൊരാളെ കുറിച്ച് പറയണമെങ്കിൽ അത് എത്രമാത്രം പഠിച്ചിട്ടായിരിക്കും പറയുന്നത്. അവളൊരു പാവം അമ്മ. ഇന്നത്തെ കാലത്തും ഇതുപോലുള്ള പെൺകുട്ടികളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുക. തുടക്കത്തിൽ എനിക്കും ആ കുട്ടിയുടെ വെറുപ്പും സംശയമൊക്കെ ഉണ്ടായിരുന്നു ഭാവന. ഇപ്പൊ അതൊക്കെ മാറി. ആ, അല്ലെങ്കിലും നല്ലവരെ തിരിച്ചറിയാൻ പ്രയാസം മോളെ. ഹലോ, ആ പറഞ്ഞു. എന്തായാലും ആ അച്ഛനമ്മമാരെക്കാളും മിടിക്കുക മാനസ. മായേ, മോളെ അകത്തോട്ട് നോക്കൂ. ഞാൻ ആ മോളോട് സംസാരിച്ചിട്ട് വരാം. ശരിയാണ്. മോളെ, എന്താ ആന്റി? മോളോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരു പരിചയമില്ലാത്ത എന്റെ മോളോട് ഇത്രയും കരുണ കാണിച്ചതിന്. അയ്യേ, എന്താ ആന്റി ഇത്? ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരാളും ഇതുപോലൊന്നും ചെയ്യത്തില്ല മോളെ. ചെയ്യാൻ മനസ്സുള്ളവര് ചെയ്യും ആന്റി. ഇതിലൊന്നും ഒരു കാര്യമില്ല ആന്റി. നമ്മൾ ഇന്ന് ആരെങ്കിലും സഹായിച്ചാ നാളെ നമ്മളെ ആരെങ്കിലും സഹായിക്കും. മോളുടെ ചിന്തകൾ നല്ലതാ. അതുകൊണ്ട് മോൾക്കെന്നും ദൈവം നല്ലതേ വരുത്തൂ. എന്റെ മോള് ഭാവന അത്ര പെട്ടെന്നൊന്നും ആരെയും ഹൃദയത്തിലേക്ക് ഏറ്റില്ല. അത്രയ്ക്ക് അവളുടെ മനസ്സിലേക്ക് ഇഷ്ടപ്പെട്ടാലേ അവൾ ഒരാളെ സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ മോൾക്കതിന് കഴിഞ്ഞു. ആന്റി നോക്കിക്കോ, ഭാവനയെ ഉടൻ തന്നെ ഞാൻ നടത്തിച്ച് കാണിച്ചു തരാം.
അതിനുള്ള ശ്രമത്തിലാ ഞാൻ. ആന്റി വാ, അവരെല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. വാ. അമ്മായി, അമ്മ വിളിക്ക, നമുക്കിറങ്ങാം. അമ്മേ, നമുക്കിറങ്ങിയാലോ? ശരി മോളെ, ഇടയ്ക്ക് ഇതുപോലൊക്കെ വരണം. വരാം മോളെ. ഭാവനയ്ക്ക് ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും കിട്ടാനില്ല ആന്റി. ഭാവനയെ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ? എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഭാവന കൂടി ഓക്കെ പറയണം. ഭാവന സമ്മതിക്കുന്ന കോളില്ല അമ്മ, അതുകൊണ്ടാ സൂര്യ ഭാവനയുടെ തലയെ കൊണ്ട് വെച്ചേ. ഞങ്ങൾ വരാം അയച്ചി, 2 ദിവസം കൂടി കഴിയട്ടെ. നീ ഇത് എവിടെ പോയതാ ജയ? എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. ജയേ, മനസ്സിലെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളയണം. എനിക്കൊരു വിഷമമില്ല ഗായത്രി. ഭാവന സംസാരിച്ചപ്പോ തന്നെ പകുതി വിഷമം മാറി. ഇപ്പോ ഒരു പ്രതീക്ഷയുണ്ട്. എടി പ്രസീതേ, ഇതിപ്പോ എന്താടി ഇവിടെ നടക്കുന്നത്? നാടകമാണോ അത് ഒറിജിനലാണോ? ഏയ്, ഇതൊക്കെ ജയനിർമ്മലയുടെ 18ാമത്തെ അടവല്ലേ? എനിക്ക് തോന്നി. അല്ല, എന്നാലും നമ്മുടെ മോൾ എല്ലാരെയും കയ്യിലെടുത്ത് കളഞ്ഞല്ലോ. അക്കാര്യത്തിൽ അച്ഛന്റെ ബുദ്ധിയേക്കാൾ മുകളിലാ അവളുടെ സ്ഥാനം. അമ്മ ഇറങ്ങട്ടെ മോളെ. ആ ശരി മോനെ, പോവാ. പോട്ടെ. മായച്ചി, ഭാമയെ ശ്രദ്ധിക്കണം കേട്ടോ. ശരി ഭാവനെ, നീയും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. സീതേട്ടാ, ഭാമയെ അമ്പാലിക ആന്റിയുടെ അടുത്തേക്കൊന്നും വിട്ടേക്കല്ലേ. അങ്ങനൊന്നും വിടത്തില്ല മോളെ. അവളുടെ കാര്യത്തിൽ ഒന്നുകൊണ്ടും ഒരു ടെൻഷനും വേണ്ട. ചേച്ചിയെ സംസാരിച്ച് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഉന്മേഷമൊക്കെ തിരിച്ചു കിട്ടിയേച്ചി. എന്നാ പിന്നെ ഇറങ്ങട്ടെ മോളെ. ശരി മോനെ. ശരി സർ. ശരി ജയ്, ശരി. പോയിട്ട്. അങ്ങളെ, മോനെ. മോളെ, പോട്ടെ. ചേച്ചി ഞാൻ പിടിക്കാം. ഭരതേ, എടാ, വണ്ടി എടുക്ക്. വണ്ടി എടുക്ക. ഭാവന, താൻ ഹാപ്പിയല്ലേ? അതെ സൂര്യ, ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെന്താ ഭാവന, എല്ലാം യാഥാർത്ഥ്യം തന്നെയാ. ഇനിയാണ് ഭാവന യഥാർത്ഥ ഗെയിം തുടങ്ങാൻ പോകുന്നത്.